ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ പുളിച്ചിക്ക തീയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് വലുതും ചെറുതുമായിട്ട് 20 പുളിച്ചിക്ക നമ്മളിപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ട്. വലുതും ചെറുതുമായിട്ട് 20 ചെറിയ ഉള്ളിയും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി വറുക്കാനായിട്ട് നമ്മൾ ഒരു തേങ്ങ ചിരകിയതും അതിൽ 4 ചെറിയുള്ളിയും കൂടി എടുത്തിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടാകുമ്പോഴേക്കും നമ്മുടെ തേങ്ങയെല്ലാം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ വറുത്തെടുക്കണം. ഇത്രയും വറന്ന് വരുമ്പോഴേക്കും നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, സാധാരണ മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ മതിയാകും. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇതിൻ്റെ പച്ചമണം നല്ലപോലെ മാറ്റിയെടുക്കാം. ഇത്രയും മതിയാകും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിനി തണുത്തിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ട് വരാം. ഈ ഒരു സമയം ചട്ടി ചൂടാക്കിയിട്ട് നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിക്കാം. നമ്മളിപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ചെറിയുള്ളി കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം. ചെറിയുള്ളിക്ക് പകരം സവാള വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ 2 സവാള ചേർത്ത് കൊടുക്കണം. ഉള്ളിയെല്ലാം നല്ലപോലെ വഴന്ന് നല്ല ട്രാൻസ്പാരൻ്റ് ആയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന പുളിച്ചിക്ക ചേർത്ത് കൊടുക്കാം. പുളിച്ചിക്കയും കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റി കൊടുക്കാം.
ഈ ഒരു സമയം നമുക്കിതിന് ആവശ്യമായിട്ടുള്ള അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് സമയം ഇത് അടച്ച് വെച്ച് വേവിക്കാം. തീ കുറച്ച് കൊടുക്കണം. നമ്മുടെ തേങ്ങ വറുത്തതെല്ലാം നല്ലപോലെ തണുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് അരച്ചെടുത്തിട്ട് വരാം. നമ്മുടെ പുളിച്ചിക്കയെല്ലാം ഇപ്പം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് നമ്മൾ അരച്ചെടുത്തിട്ട് വന്ന കൂട്ടൊഴിച്ച് കൊടുക്കാം. അതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയം നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സമയം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾ വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതിയേ. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ടോട്ടലായിട്ട് നമ്മളിപ്പോൾ 2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. അതും കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കുക. നമ്മളിതിൽ പുളിയോ വിനാഗിരിയോ ഒന്നും ചേർക്കുന്നില്ല, കാരണം പുളിച്ചിക്കയിൽ ഓൾറെഡി പുളിയുണ്ട്. ഇനി ഇത് ഇങ്ങനെ കിടന്ന് തിളച്ചോട്ടെ. നമ്മുടെ കറിയെല്ലാം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കടുക് വറുത്തൊഴിച്ചാൽ മതി. പിന്നെ നിങ്ങൾ പുളിച്ചിക്ക എടുക്കുന്ന സമയത്ത് മൂത്ത പുളിച്ചിക്ക എടുക്കരുതേ, പിഞ്ച് പുളിച്ചിക്ക, നല്ല ഇളം പുളിച്ചിക്ക എടുക്കണം, കാരണം അല്ലെങ്കിൽ നല്ല പുളിയായി പോവും. വേണ്ടി ആദ്യമേ തന്നെ നമുക്ക് ചട്ടി അടുപ്പത്ത് വെക്കാം. ചട്ടി ചൂടാകുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഏകദേശം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ വരും. എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്കതിലേക്ക് കടുകും കൂടി ചേർത്ത് കൊടുക്കാം. കടുക് എല്ലാം പൊട്ടിക്കഴിയുമ്പോഴേക്കും നമുക്കതിലേക്ക് ഒരു 3 ചെറിയുള്ളി അരിഞ്ഞ് വെച്ചതാണ് ചെറുതായിട്ട്, അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളിയെല്ലാം നല്ലപോലെ ബ്രൗൺ കളറാവണം. ഇത്രയും മതി. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. നമുക്കത് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ, നമ്മുടെ പുളിച്ചിക്കക്കറി റെഡി. അപ്പം എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഇഷ്ടപ്പെടും. വളരെ ഈസിയാണ്. ആകെ തേങ്ങ വറക്കുന്നത് മാത്രമേ ഇതിൽ കഷ്ടപ്പാടുള്ള ജോലിയായിട്ടുള്ളൂ. ബാക്കി എല്ലാം ഈസിയാണ്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ സജഷൻസ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം.
സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുള്ളവരെല്ലാവരും സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. താങ്ക് യു.